ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. എല്ലാവർക്കും പൊന്നൂസ് വ്ളോഗ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ വീഡിയോ തന്നെയാണല്ലേ, കാരണം കുറേ ദിവസമായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും ഷോർട്സൊക്കെ ഇട്ടുകൊണ്ടിരുന്ന എന്നെ കുറേ ദിവസമായിട്ട് കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇൻബോക്സിൽ മെസ്സേജ് ഇട്ടിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാമെന്ന്. വീഡിയോസ് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു മടിയാണ്. ഷോർട്സ് ഇടുമ്പോഴല്ലല്ലോ വീഡിയോസ് എടുക്കുന്നത്. വീഡിയോസ് എടുക്കാനാണെങ്കിൽ ഒരുപാട് നേരം അതിനെ എഡിറ്റ് ചെയ്യാനും ഒരുപാട് നേരം അതിന് എടുക്കും. ഒന്നാമത്തെ കാര്യം, ജോലിക്കൊക്കെ പോയിട്ട് സന്ധ്യയാകുമ്പോഴാണ് വീട്ടിൽ വരണത്. വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അപ്പം വീഡിയോസ് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം കിട്ടാത്തത് കൊണ്ടാണ് വീഡിയോസായിട്ട് എടുക്കാത്തത്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ചോദിച്ചു, അതിനുള്ള റിപ്ലൈ ആണിത്. അപ്പോൾ ഷോർട്സ് ഞാൻ ഡെയിലി വ്ളോഗ് പോലെ ഷോർട്സ് ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇടാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞായറാഴ്ച ദിവസമാണേ. ഞായറാഴ്ച ദിവസം ഞാൻ ആകെക്കൂടെ ഇത്തിരി കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങി എണീക്കുന്ന ദിവസമാണ് സൺഡേ എന്ന് പറയുന്നത്. കാരണം സൺഡേയിലല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ മൺഡേ ടു സാറ്റർഡേ എനിക്ക് ഓഫീസിൽ പോകുന്നത് കൊണ്ടും പൊന്നൂസിന് സ്കൂളിൽ പോകുന്നത് കൊണ്ടും ഞാൻ ഒരുപാട് നേരത്തെ എണീക്കും. 5:30 മണിയാകുമ്പോൾ എന്തായാലും ഉറക്കം എണീക്കും. അപ്പോൾ ഞായറാഴ്ച ദിവസമാണ് ഞാൻ ഇത്തിരി ഒരു 7-7:30 മണി വരെയൊക്കെ ഞാൻ കിടന്ന് ഉറങ്ങണതേ. അപ്പം അന്നും രാവിലെ ഒരു 7-7:30 മണിക്ക് ഉറക്കം എണീറ്റിട്ടുണ്ട്. പൊന്നൂസ് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ വീഡിയോസ് ഇട്, ഞാൻ അമ്മയെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ തന്നെയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നതും കേട്ടോ. അവളുടെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടെന്ന്, അവളുടെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു എന്തമ്മ വീഡിയോ ഒന്നും ഇടാത്തതെന്നൊക്കെ ചോദിച്ചു എന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈൻഡ് കുറച്ച് ദിവസമായിട്ട് ഓക്കെ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേനും മൈൻഡൊക്കെ കുറച്ച് പീസ്ഫുള്ളായിട്ടൊക്കെ ഇരിക്കുന്ന ടൈമിൽ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേനും കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ കൊണ്ടൊക്കെയാണ് വീഡിയോസൊന്നും ഇടാനായിട്ടുള്ള ഒരു മടി. എഡിറ്റ് ചെയ്യാനും കുറേ നേരം ഇരിക്കണം. പിന്നെ വിചാരിച്ചു ആഴ്ചയിൽ ഒരിക്കൽ വീഡിയോസ് എന്തായാലും ഞാൻ ഇടാം കേട്ടോ. ഷോർട്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട് ഡെയിലി വ്ളോഗ് പോലെ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, പഴയതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ഉറക്കം എണീറ്റിട്ട് ഞാൻ രാവിലെ ഗോതമ്പ് ദോശയ്ക്ക് മാവ് ഞാൻ കലക്കി വെച്ചു. തലേ ദിവസം രാത്രി ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് കലക്കി മാറ്റി വെച്ചതിന് ശേഷം ഞാനിതാ പുറത്തൊക്കെ ഒന്ന് തൂത്ത് ഇടാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ആഴ്ചയിൽ ഒരിക്കലാണ് മുറ്റം അടിക്കുന്നത്. മുറ്റടിക്കാൻ എന്നും എനിക്ക് പറ്റത്തില്ലല്ലോ. രാവിലെ പോയിട്ട് പിന്നെ 7 മണിയാവും വരുമ്പോൾ. അപ്പോൾ അതിന് മുറ്റം അടിക്കാനൊന്നും പറ്റില്ല. ഈ ആഴ്ചയിൽ ഒരു ദിവസം നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്കെപ്പടി ലീവുള്ളപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മുറ്റടിപ്പും തുടപ്പും ഒക്കെ ആയിട്ട് നടക്കുന്നത്. വലയടിപ്പും ഒക്കെ നടക്കുന്നത്, തുണി നനപ്പും ആഴ്ചയിൽ ഒരിക്കലാണ് നടക്കുന്നത് കേട്ടോ. അപ്പം അന്ന് രാവിലെ അടിക്കുകയാണ് കേട്ടോ. പൂവെല്ലാം പൊട്ടിച്ചതേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചുമ്മാ ഒരു കളി കളിക്കാൻ ഞാൻ കുറച്ച് പൂവെല്ലാം പൊട്ടിച്ചതേ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പൊട്ടിച്ചേർക്ക് ഇവിടെ പറയുന്ന പേരാണ് പാൽപ്പൂ എന്നൊക്കെ പറയുന്നത്. പാൽപ്പൂ അങ്ങനെ പറയുന്നത് കേട്ടോ. എനിക്കറിയില്ല പേര്. പാൽപ്പൂ എന്നൊക്കെ പറയും. അപ്പം നമുക്കിനി കുറച്ച് പൂക്കളെല്ലാം പൊട്ടിക്കാം. പൊന്നു എന്തൊക്കെയോ പൂക്കളൊക്കെ പറിച്ചിട്ട് അവൾ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല. ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ ചുമ്മാതിരിക്കുമ്പോഴത്തേനും ഫോൺ എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ വ്ളോഗ് ഇങ്ങനെ എടുക്കും പോലെ അവൾക്കും എന്തെങ്കിലുമൊക്കെ പറയണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതും നടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ മുറ്റമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട്, മുറ്റം രാവിലെ അടിച്ചതിന് കാരണം എന്താണെന്നറിയോ, അല്ലെങ്കിൽ വൈകുന്നേരമാണ് തൂത്ത് തീയൊക്കെ കത്തിക്കുന്നത്. രാവിലെ അടിക്കുന്നതിന് കാരണം ഇപ്പം നല്ല മഴയല്ലേ. വൈകുന്നേരം ആകുമ്പോൾ ഇത് ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര മഴയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാവിലെ മഴ ഇത്തിരി തോന്നിപ്പുണ്ട്. അകം തൂക്കുന്നതിന് മുമ്പേ ആ പുറകുവശവും ഫ്രണ്ടും ഒക്കെ ഒന്ന്, പുറകുവശം ഞാൻ തൂത്തില്ല കേട്ടോ, ഫ്രണ്ട് വശം ഒന്ന് തൂത്തിടാമെന്ന് വിചാരിച്ചു. കാരണം അത്രയ്ക്ക് ചവറൊന്നും പോവാണ്ട് ഈ പ്ലാവിലെല്ലാം കൂടി മണ്ണിലും ഇതിലെല്ലാം കൂടെ പൊതിഞ്ഞിരിക്കില്ലേ, അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാണുമ്പം തന്നെ നമുക്കത് എന്തോ പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു അത് ആദ്യം ചെയ്തിടാമെന്ന് പറഞ്ഞിട്ട് അതിനെ ചെയ്തിട്ടിട്ടാണ് പിന്നെ ഞാൻ ദോശ ഇടാൻ വേണ്ടി വന്നു. ചൂടോടുകൂടി ദോശ ചുട്ട്, കറി പിന്നെ ചൂടാക്കിയാൽ മതിയല്ലോ, കട്ടനും കൂടെ ഇട്ടിട്ട് ഞാൻ ടേബിളിലോട്ട് വെച്ചു. അപ്പൂപ്പനും മോളും കൂടെ ഇരുന്ന് കഴിക്കാനായിട്ട് വരികയാണ്. അച്ഛനും ഒരിടത്തും പോകുന്നില്ല ഇന്ന്. കാരണം അച്ഛനെങ്കിൽ വീട്ടിലെങ്കിലും പോകുമായിരുന്നു സൺഡേയിൽ. ഇന്ന് അച്ഛൻ പോകുന്നില്ല. കാരണം അച്ഛന് വയ്യ, കൗണ്ട് കുറഞ്ഞ പനിയാണ് അച്ഛന്. ഇപ്പം ഈ മഴ സമയം ഒക്കെ ആയതുകൊണ്ട് പൊന്നിനും തൊണ്ടവേദനയുണ്ട്. അപ്പം
അച്ഛനും ഒരിടത്തും പോകണ്ട. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അച്ഛനും കൂടെ കണക്കാക്കിയിട്ട് കാപ്പി ഉണ്ടാക്കി. കാപ്പി ദാ ഗോതമ്പ് ദോശയും ഗ്രീൻ പീസ് കറി എനിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അച്ഛനുള്ളത് കൊണ്ടാണ് ഈ ടി വി ഇങ്ങനെ ഓണായിട്ടിരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്കങ്ങനെ ടി വി ഇട്ടുകൊണ്ട് നമുക്കങ്ങനെ സിനിമ കണ്ട് അല്ലെങ്കിൽ ടി വിയിൽ എന്തെങ്കിലും കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കണം അങ്ങനെയൊന്നുമില്ല. പിന്നെ പൊന്നൂനാണെങ്കിൽ ഗോതമ്പിലുള്ള ആഹാരങ്ങളൊക്കെ ആണെങ്കിൽ പൊന്നു നല്ല ആസ്വദിച്ച് കഴിക്കുവേ. ഗോതമ്പ് ദോശയോ പൂരിയോ ചപ്പാത്തിയോ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും ആസ്വദിച്ചങ്ങ് കഴിക്കും. ആരും അങ്ങനെ അവൾക്ക് കൊടുക്കുകയോ എടുത്ത് കൊടുക്കുകയോ അങ്ങനെ ഒന്നും വേണ്ട. അവൾ തന്നെ എടുത്തങ്ങ് കഴിക്കും. കറി ഒഴിച്ച് അവൾ തന്നെ അങ്ങ് ആസ്വദിച്ച് കഴിക്കും. പക്ഷേ അരിദോശയോ അരിപ്പുട്ടോ ഇടിയപ്പോ അപ്പോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗോതമ്പ് ദോശ കൊടുത്താലും പുട്ട് കൊടുത്താലും പൂരി കൊടുത്താലും അവൾ കണ്ടിന്യൂസ് ആണെങ്കിൽ അവൾ കഴിക്കും. പക്ഷേ ഇന്ന് അരിദോശ കൊടുത്തിട്ട് നാളെ ദോശയായാലും അപ്പം ആയാലും പറയും ഇന്ന് ദോശയാണ് അമ്മ, ഇന്ന് അപ്പമാണ് അമ്മ, എന്തോ നീ അമ്മയ്ക്ക് ഇങ്ങനെ പറയും. അതാണ് അവളുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഗോതമ്പിലുള്ള ആഹാരം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ആരും അങ്ങനെ എടുത്തു കൊടുക്കുകയോ അങ്ങനെ കഴിപ്പിക്കുകയോ നിർബന്ധിച്ച് കഴിപ്പിക്കുകയോ അങ്ങനെ ഒന്നും വേണ്ട. രാവിലെ ആണെങ്കിലും 3 നേരം അവൾക്ക് ഗോതമ്പിലുള്ള ആഹാരം കൊടുത്താലും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളുടെ അച്ഛനും അതുപോലെ തന്നെയാണ്. ഗോതമ്പിലുള്ള ആഹാരമാണ് അവിടെയും ഇഷ്ടം. പിന്നെ എനിക്ക് അങ്ങനെ ഫുഡിനോട് എന്ത് കിട്ടിയാലും നമുക്കങ്ങനെ വെറുപ്പോ അങ്ങനത്തെ ഒന്നുമില്ല. എന്ത് കിട്ടിയാലും നമ്മളങ്ങ് കഴിക്കും. ഇഷ്ടക്കേടൊന്നുമില്ല. ഒരു ആഹാരത്തിനോടും അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല, അങ്ങ് കഴിക്കും. ഇവിടെ ചേട്ടനും അങ്ങനെ ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷേ ഗോതമ്പിലെ ആഹാരമാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. ഇവിടെ പൊന്നൂന് മാത്രമാണ് ഗോതമ്പിലുള്ള ആഹാരം ഉണ്ടെങ്കിൽ അവൾ കുഴപ്പമൊന്നുമില്ല. അരിയാഹാരം ഒരു ദിവസത്തിൽ കൂടുതൽ അരിയാഹാരം കൊടുക്കുകയാണെങ്കിൽ അവൾക്ക് എന്തെങ്കിലും അവൾ പറയും. അതാണ് അവളുടെ ഒരു രീതി എന്ന് പറയുന്നത്. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ചു. തലേദിവസത്തെ തോരനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെയും ചൂടാക്കാം. മീനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഭയങ്കര ലാവിഷായിട്ടുള്ള ഫുഡ് അങ്ങനെയൊന്നുമില്ല. തലേദിവസത്തെ ആഹാരങ്ങൾ തന്നെയാണ് ചൂടാക്കുന്നത്. ചോറ് മാത്രം വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ വെള്ളവും തിളപ്പിക്കുന്നു. പിന്നെ കുറച്ച് തുണികളുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് തുണികൾ വാഷിംഗ് മെഷീനിലിട്ട് കുറച്ച് തുണികൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ നനയ്ക്കും. കുറേ നാളായിട്ട് ഞാൻ നടുവിനൊക്കെ ഇപ്പം പ്രശ്നം വന്നതിന് ശേഷം പിന്നെ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു. അല്ലെങ്കിൽ എപ്പോഴും ഈ ആഴ്ചയിലൊരിക്കൽ കുമിഞ്ഞു കൂടി തുണികളെല്ലാം കൂടെ നനയ്ക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ്. നടുവിനൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ഒട്ടും മെഴിക്കാൻ വയ്യാത്തൊരവസ്ഥയിലൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വിചാരിച്ചു എന്തായാലും ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാം. അപ്പോൾ കുറച്ച് തുണികൾ വാഷിംഗ് മെഷീനിലിടും. എല്ലാം അങ്ങനെ ഇടാൻ പറ്റില്ല. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതൊന്നും ഇടാൻ പറ്റില്ല. വാഷിംഗ് മെഷീൻ ഇടുമ്പോഴത്തേനും പെട്ടെന്ന് ഡ്രസ്സുകൾ ഇതാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വാഷിംഗ് മെഷീനിൽ കുറച്ചിടും. പിന്നെ ഉള്ളത് ഞാൻ കൈകൊണ്ട് തന്നെ നനയ്ക്കും കേട്ടോ. പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും പൊന്നൂസും കൂടെ പെരുങ്കടവിള പോവുകയാണേ. ഇതാണ് നമ്മൾ പോകുന്ന വഴികൾ കേട്ടോ. പെരുന്തോള പോകാൻ കാരണം എന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് തന്നെ വാങ്ങാൻ പറ്റും. പലവ്യഞ്ജന സാധനമായാലും മീനായാലും മലക്കറി ആയാലും എല്ലാം അവിടെ നിന്ന് തന്നെ വാങ്ങാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് പോണത്. അപ്പം തിങ്കളാഴ്ച ദിവസം ആകുമ്പോഴത്തേനും അവൾക്ക് സ്കൂളിൽ പോകണം. മീൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വന്ന കരുതിയാണ് അങ്ങ് വരെ പോയത്. പക്ഷേ ചന്ത സമയം കഴിഞ്ഞിട്ടാണോ എന്ന് അറിഞ്ഞൂടാ. ചന്ത സമയം കഴിഞ്ഞു നമ്മൾ പോയപ്പോൾ. അവിടെ മീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നേരെ കടയിൽ പോയി. മുട്ട വാങ്ങണമായിരുന്നു. കുറേ സാധനങ്ങൾ അരി എണ്ണ ഇതെല്ലാം തീർന്നിരിപ്പുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ചു. എന്നിട്ട് നേരെ ഇവിടെ മലക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. മലക്കറി പച്ചക്കറി അല്ലേ വാങ്ങാൻ വേണ്ടിയിട്ട് പോയേ. ഇവിടെ പെരുന്തോള തന്നെയാണ്. ചന്തയുടെ അടുത്ത് തന്നെയാണ്. അപ്പം ചന്ത നോക്കിയപ്പോഴത്തേനെയും ചന്തയെല്ലാം അടച്ചില്ല. കണ്ടോ, ഇതാണ് പെരുന്തോള ചന്ത മാർക്കറ്റ്. അവിടെ മീനൊന്നുമില്ല. മീൻ കൂടിയിട്ടുണ്ടായിരുന്നു. സമയം കഴിഞ്ഞതുകൊണ്ട് എല്ലാവരും പോയി. പിന്നെ ഞാൻ മലക്കറി വാങ്ങാമെന്ന് വെച്ചിട്ട് അവിടെ നിന്ന് തന്നെ മുട്ടയൊക്കെ പലചരക്ക് കടയിൽ നിന്ന് മുട്ട വാങ്ങിച്ചു. പിന്നെ പൈനാപ്പിൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞു.
പിന്നെ അതും വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിലോട്ട് വന്നപ്പോഴത്തേനും അപ്പൂപ്പനും മോക്കും അപ്പൂപ്പന് കഞ്ഞി മതി എന്ന് പറഞ്ഞു. അപ്പൂപ്പൻ നന്നായിട്ട് ഉടങ്കല്ലി മുളകും ഉടങ്കല്ലി ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുക്കള സൈഡിൽ. ഉടങ്കല്ലി അച്ഛൻ തന്നെയാണ് കൊണ്ട് നട്ടത്. കാരണം അച്ഛന് ആ മുളക് ഭയങ്കര ഇഷ്ടമാണ്. അച്ചാറിലിടാനും ഉപ്പും പുളിയും നവിടാനും ഒക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അച്ഛൻ അത് വെച്ചിട്ട് ഉപ്പും പുളിയൊക്കെ നവടി കഞ്ഞി കുടിച്ചു. ഞാൻ മുട്ട പൊരിച്ചു. ഇന്നലത്തെ മീനും തോരനൊക്കെ വെച്ചിട്ട് ഞാൻ ചോറ് കഴിച്ചു. അപ്പൂപ്പൻ കഴിക്കുന്നത് കണ്ട് പൊന്നുവിന് കൊതി വന്നു. പൊന്നു അത് കഴിച്ചു. അപ്പോൾ ഇന്ന് തൊട്ട്, ഇന്നല്ല സൺഡേയിൽ പൊന്നു ആദ്യമായിട്ട് ഡാൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ. ഡാൻസ് അവൾക്ക് കുറേ ദിവസമായിട്ട് അവൾ നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ആളാണ്. സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്ന ആളാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ക്ലാസിക്കലിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ അമ്മയും അമ്മാമ്മയൊക്കെ പറയുമായിരുന്നു അവർക്ക് നമ്മളെ പഠിപ്പിക്കാനേ അവർക്ക് കഴിഞ്ഞില്ല, നിങ്ങളുടെ കൊച്ചിനെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് പറയുമായിരുന്നു. അപ്പം ചേട്ടനും ഭയങ്കര ആഗ്രഹമാണ് അവളെ എല്ലാം പഠിപ്പിക്കുന്നത്. അപ്പം കരാട്ടെ സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട് അവൾക്ക്. പിന്നെ ഡാൻസ് കൂടെ പഠിക്കണം എന്നുള്ളൊരാഗ്രഹം ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് അവൾ പറഞ്ഞു. ശരി, എല്ലാവരും ആഗ്രഹം അതാണ്. അപ്പോൾ എന്തായാലും വിടാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് കേട്ടോ പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അവളുടെ ചേച്ചിയുടെ വീടാണ്. അപ്പം അവൾ അവിടെ വന്നാണ് പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് നിറയാണ് കേട്ടോ. കാരണം നമ്മുടെ മക്കളുടെ നമുക്ക് കിട്ടാതെ പോയ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മക്കളിലൂടെ നമ്മൾ സഫലമാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അവളെ കുളിപ്പിച്ച് പട്ടുപാവാടയൊക്കെ ഇട്ട് ഞാൻ ഇതാ അവളെ കൊണ്ടുവന്നു. പെറ്റിയും പാക്കും ദക്ഷിണയൊക്കെ കൊടുത്ത് അവളതാ ആദ്യമായിട്ട് പഠിപ്പിക്കാനായിട്ടാക്കി. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പഴയതുപോലെ തന്നെ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇത് മുമ്പോട്ട് പോകുന്നതും. അപ്പോൾ 5K ആവാറായിട്ടുണ്ട് നമ്മുടെ ചാനൽ. കുറച്ചുകൂടെ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചാനൽ നന്നായിട്ട് മുമ്പോട്ട് പോവും. അപ്പോൾ ഇതുവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് എല്ലാത്തിനും നന്ദിയുണ്ട്. അപ്പം ആഴ്ചയിലൊരിക്കൽ ഇനി ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. ഷോർട്സ് ഡെയിലി വ്ളോഗ് പോലെ, ഒരു മിനി വ്ളോഗ് പോലെയൊക്കെ ഷോർട്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാം കേട്ടോ. പക്ഷേ ഷോർട്സ് ഇടും പോലെ അല്ലല്ലോ വീഡിയോസ് ഇടുന്നത്. വീഡിയോസ് ഇടാനൊക്കെ കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം നമുക്ക് വേണം. 10 മിനിറ്റുള്ള വീഡിയോ എങ്കിലും നമുക്ക് കുറഞ്ഞതുണ്ടായിരുന്നാൽ മാത്രമേ ചാനലിലെ വാച്ച് അവർ കയറത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 10 മിനിറ്റുള്ള വീഡിയോ എങ്കിലും വേണം. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരിക്കൽ ആക്കിയത്. മാക്സിമം ഞാൻ ഇടാനായിട്ട് നോക്കാം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ്. സൺഡേയിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. എന്താണ് റീസൺ എന്നും കൂടെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ, സീ യു.